പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ് പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ കൊലയാളി പിടിയിലായെന്ന് വിശ്വസനീയമായ വിവരങ്ങൾ. അസം സ്വദേശി മിൻ ആരുളാണ് പിടിയിലായത്. ഇയാൾക്ക് 30 വയസ്സോളം പ്രായമുണ്ട്. 3 ദിവസം മുൻപ് പാലക്കാട് വെച്ചാണ് ഇയാൾ പിടിയിലായത്. പ്രതി കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് തന്നെ ഉണ്ടാകും. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേർന്നുണ്ട്. സമീർ, എത്രത്തോളം സ്ഥിരീകരണമായിട്ടുണ്ട്? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളത് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അതിന് ഇപ്പോൾ ലഭ്യമായതിന് കൂടുതലായിട്ട് വേണ്ടത് അതിന്റെ രക്ത സാമ്പിളിന്റെ DNA പരിശോധനാ ഫലമാണ്. അത് അല്പസമയത്തിനകം തന്നെ 11 മണിയോടുകൂടി ലഭ്യമാവും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അസം സ്വദേശിയായിട്ടുള്ള മിൻ റാവുൾ 3 ദിവസം മുമ്പ് പാലക്കാട് നിന്ന് പിടിയിലാവുകയായിരുന്നു. അതിനുശേഷം പോലീസ് ഈ പ്രതിയെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള ചെരുപ്പ്, ജിഷ കൊല്ലപ്പെട്ട ദിവസം വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രക്തം പുരണ്ട കറുത്ത ചെരുപ്പ്, അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണമാണ് ഈ പ്രതിയിൽ എത്താൻ ഇടയാക്കിയത്. ഇത് ഈ വാങ്ങിയ കടയുടമയുടെ മൊഴി ഏറെ നിർണായകമായി. അന്യസംസ്ഥാന തൊഴിലാളിയാണ് ഇത് വാങ്ങിയത് എന്നുള്ള ഒരു മൊഴിയെ തുടർന്ന് പിന്നീട് അന്യസംസ്ഥാന തൊഴിലാളികളിലേക്ക് ഈ അന്വേഷണം കൂടുതൽ കേന്ദ്രീകരിച്ചു. പ്രത്യേകമായി ഈ കൊലപാതകത്തിന്റെ ക്രൂരകൃത്യത്തിന്റെ അളവ് മനസ്സിലാക്കിക്കൊണ്ട്, ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഭവത്തിന് പിന്നിൽ ഒരു മലയാളി ആവാനുള്ള സാധ്യതയില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷിക്കാൻ ഒരു സംഘത്തെ തന്നെ നിയോഗിക്കുകയും പെരുമ്പാവൂരിലെ ലേബർ ക്യാമ്പുകളിൽ തുടർച്ചയായി പോലീസ് പരിശോധന നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ ജിഷ കൊല്ലപ്പെട്ട ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിന്നും മടങ്ങിപ്പോയ നാട്ടിലേക്ക് മടങ്ങിയതും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഒളിവിൽ പോയതുമായിട്ടുള്ളവരെല്ലാം പോലീസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടയിലായിരുന്നു പാലക്കാട് നിന്നും മിൻ റാവുൾ എന്ന ഈ അസം സ്വദേശി പിടിയിലാവുന്നത്. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജിഷ കൊല്ലപ്പെട്ട വട്ടോളിപ്പടിയിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഈ ചെരുപ്പ് ഇദ്ദേഹത്തിന്റേതാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വട്ടോളിപ്പടിയിലെ കടകളിൽ നിന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഇതിൽ ജിഷയ്ക്കൊപ്പം ഒരു യുവാവ് നടക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ ജിഷയെ പിന്തുടരുന്ന ഈ വ്യക്തി ഈ മിൻ റാവുൾ തന്നെയാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അന്ന് ജിഷയുടെ വീടിന്റെ ഏതാണ്ട് അടുത്ത് തന്നെയായിട്ടുള്ള ഒരു സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി അവിടെ വന്നിരുന്നു എന്നും ഇതിനിടയിൽ ഇവർ തമ്മിൽ പരിചയപ്പെട്ടു എന്നുള്ളതുമാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. 200 മീറ്റർ, അതായത് ജിഷയുടെ വീടിന്റെ 200 മീറ്റർ അകലെയായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം തന്നെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വാർത്താ സമ്മേളനം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൊലയാളി ആണ് എന്നുള്ള ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി പോലീസിന് ലഭ്യമാകേണ്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം, ജിഷയുടെ തോളിന് പിന്നിലെ ചുരിദാർ കൂട്ടിക്കടിച്ച ഭാഗത്തുനിന്ന് കണ്ടെത്തിയിരുന്നിട്ടുള്ള ഉമിനീരിന്റെയും അതോടൊപ്പം തന്നെ വാതിൽ കൊളുത്തിൽ നിന്ന് ലഭിച്ച രക്തവും നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച തൊലിയിലെ കോശങ്ങളുടെയും ഒക്കെ പരിശോധനാ ഫലം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടേതാണോ എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ ഈ കേസിൽ ഈ വ്യക്തി തന്നെയാണ് കൊലയാളി എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് പോലീസ് മാധ്യമങ്ങളെ ഔദ്യോഗികമായി അക്കാര്യം അറിയിക്കുകയും ചെയ്യും. ഏതായാലും ഈ മിൻ റാവുളിനെ പോലീസ് രഹസ്യമാണ് ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തെ പെരുമ്പാവൂരിലേക്കോ അല്ലെങ്കിൽ ആലുവയിലെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കുറവാണ്. പ്രത്യേകിച്ചും ഈ സംഭവം ഈ പ്രതി ഈ വ്യക്തി തന്നെയാണ് കൊല നടത്തിയത് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധവും അത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ആക്രമണത്തിലേക്കും ഇടയാക്കുമോ എന്നുള്ള ഒരു ഭയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഇപ്പോഴും രഹസ്യ കേന്ദ്രത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം 4 സുഹൃത്തുക്കൾ ഈ അസം സ്വദേശിയായിട്ടുള്ള മിൻ റാവുളിന്റെ 4 സുഹൃത്തുക്കൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെയും പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഈ DNA പരിശോധനാ ഫലം കൂടി ലഭ്യമാവുന്നതോടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കൂടി ഉണ്ടാവും എന്ന് തന്നെയാണ് സൗമ്യ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയ. സമീറിലേക്ക് തിരികെ എത്താം. DNA പരിശോധനാ ഫലം അതാണ് ഇനി നിർണായകമായുള്ളത്. പ്രതിപക്ഷ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ തെളിവുകളുടെ ഒരു പ്രാധാന്യം കൂടി ഉള്ള ഒരു സാഹചര്യത്തിൽ DNA പരിശോധനാ ഫലം കൂടി വളരെ നിർണായകമാകും. സുനിൽ അരമാനൂർ ചേർന്നുണ്ട് അതിന്റെ വിവരങ്ങളുമായി. സുനിൽ, 11 മണിയോടുകൂടി ഫലം ലഭിക്കുമോ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ എങ്ങനെയാണ്?
സൗമ്യ, തീർച്ചയായും സംസ്ഥാന പോലീസിന് തന്നെ ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു കേസന്വേഷണത്തിന്റെ പരിസമാപ്തിക്കാണ് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള DNA ഫലം ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം, പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായി, അതായത് കസ്റ്റഡിയിലുള്ള ആസാം സ്വദേശി വിശദമായി ചോദ്യം ചെയ്യുന്നത്. സൗമ്യ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശാസ്ത്രീയ തെളിവുകൾ തന്നെയാണ്. കാരണം സാഹചര്യ തെളിവുകളോ അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ മറ്റു തരത്തിലുള്ള യാതൊരു തെളിവുകളും പോലീസിന് ഈ സ്ഥലത്ത് നിന്ന്, സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം അത് ആദ്യം കേസ് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആ സംഭവം അറിഞ്ഞെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുടെ ഭാഗമായി അതെല്ലാം അവിടെ നിന്ന് തേച്ചുമാച്ചു കളഞ്ഞ സ്ഥിതിയിലാണ്. പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ഇത്രയും എങ്കിലും എത്തിച്ചേർന്നത് എന്ന് പറയാം. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വളരെ ഊർജ്ജസ്വലമായി തന്നെ DGP ബെഹ്റയുടെ നേതൃത്വത്തിൽ നിർദ്ദേശമനുസരിച്ച് ഉള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോകുന്നത്. DNA പരിശോധനാ ഫലം നേരത്തെ അയച്ചിട്ടുണ്ട്. അതായത് ചെരുപ്പിൽ നിന്ന് ലഭിച്ച ബ്ലഡിൻ്റെ പരിശോധനാ ഫലം ആണ് ഇനി റിസൾട്ട് വരേണ്ടത്. അതും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുടെയും DNAയും സെയിം ആണെങ്കിൽ ഇതിനകത്ത് നിന്നുള്ള ഒരു ശാസ്ത്രീയ തെളിവ് അവർക്ക് ക്ലാരിഫൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നേരത്തെ ഫോറൻസിക് പരിശോധനയ്ക്ക്, തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്ന ബ്ലഡ് സാമ്പിളിൽ ഈ പറയുന്ന ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളുടെ ബ്ലഡ് സാമ്പിളും സെയിം ആണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി DNA പരിശോധനയും അതുപോലെ തന്നെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന്, അതായത് ജിഷയുടെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് ലഭിച്ച കോശങ്ങളുടെ പരിശോധനാ റിസൾട്ടും ഹൈദരാബാദിലെ ലാബിൽ നിന്ന് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അനാലിസിസ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ശേഷം മാത്രമായിരിക്കും ഈ കസ്റ്റഡിയിലുള്ള അസം സ്വദേശിയെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം എന്ന രീതിയിലേക്ക് മുന്നോട്ട് വരികയുള്ളൂ. അതോടൊപ്പം തന്നെ 4 പേരെയും കൂടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ആസാം സ്വദേശി, ഇപ്പോൾ കസ്റ്റഡിയിലായ ആസാം സ്വദേശി ഏപ്രിൽ 28-നാണ് ജിഷ കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ മരിച്ച നിലയിൽ ജിഷയെ കണ്ടെത്തുന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. 28-ാം തീയതി തന്നെ രാവിലെ ജിഷയും ഈ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള യുവാവും തമ്മിൽ പെരുമ്പാവൂരിൽ കുറുപ്പുംപടിയിൽ കറങ്ങി നടന്നു എന്നുള്ള തരത്തിലുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. കുറുപ്പുംപടിയിലെ ഒരു കടയുടമയുടെ ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങിയത്, ആ ചെരുപ്പ് കടയിലെ ഉടമയുടെ മൊഴി നിർണായകമായി ഈ അന്വേഷണത്തിന് എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ചെരുപ്പിൽ സിമൻറ്റ് ഉണ്ടായിരുന്നു, സിമൻറ്റ് ഉറച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർമ്മാണ തൊഴിലാളി എന്നുള്ള ഒരു നിഗമനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിസര പ്രദേശത്തുള്ളവരെ ഈ ചെരുപ്പ് കാണിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലും അല്ലെങ്കിൽ ഒരു തെളിവെടുപ്പിലേക്ക് പോലീസ് പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. പിന്നീട് നിർണായകമായ മൊഴി ലഭിച്ചത് ഈ കടയുടമയിൽ നിന്ന് തന്നെയാണ്. കാരണം അന്ന്, അതായത് 28-ാം തീയതി ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഈ പെരുമ്പാവൂരിലെ ഒരു സ്റ്റുഡിയോയിൽ ജിഷയും ഈ യുവാവും തമ്മിൽ പോയിരുന്നു എന്നുള്ള, കാരണം ഇവർ പരിചയക്കാരായിരുന്നു. ഇവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത്, അതായത് ഏകദേശം 200 മീറ്റർ അകലെയാണ് ഒരു നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നത്. അവിടെ ഈ പണി ചെയ്യുന്നതിന് വേണ്ടി എത്തിയ യുവാവ് ഇവരുമായി പരിചയപ്പെട്ടിരുന്നു എന്നുള്ളതും ഇയാൾ മദ്യപാനി ആയിരുന്നു എന്നുള്ളതുമാണ് പോലീസിന് ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു നിഗമനത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ സ്ഥിതി, കാരണം അന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഇയാൾ നിഷയുടെ വീട്ടിലെത്തുകയും ജിഷയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള നിഗമനത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിക്കുന്നു. പക്ഷേ ഇതിനോടൊപ്പം പങ്കാളികളുണ്ടോ എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് നടത്തേണ്ടത്. കാരണം അതിനു വേണ്ടിയിട്ടാണ് 4 പേരെ, അതായത് ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആസാം സ്വദേശിയുടെ 4 സുഹൃത്തുക്കളെ കൂടെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ശാസ്ത്രീയ ഫലത്തിൻ്റെ ഒരു അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഏതായാലും ഉച്ചയോടുകൂടി തന്നെ ADGP സന്ധ്യ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നുള്ള സൂചനയുണ്ട്. ഇപ്പോൾ DGP ബെഹ്റ സംസ്ഥാനത്തെ തീരദേശ പോലീസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ ബോംബെയിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹവും ഇതിനകത്ത് ചോദ്യം ചെയ്യലിന് എത്തും എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഈ പ്രതിയെ സ്ഥിരീകരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ ജനതയ്ക്ക് മുമ്പിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഏറെ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് പുതിയ അന്വേഷണ സംഘം, ഈ സർക്കാർ വന്നതിന് ശേഷം നിയോഗിച്ച അന്വേഷണ സംഘം, ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ആരാണ് പ്രതി എന്നുള്ളതും അയാൾ ഏത് തരത്തിലാണ് ഈ കുറ്റം ചെയ്തത് എന്നുള്ള സംബന്ധിച്ചുള്ള വിശദീകരണം, ഈ തെളിവുകൾ കൂടി ഉച്ചയോടുകൂടി തന്നെ, ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 2 മണിക്കൂറിനകം തന്നെ DNA ഫലം തിരുവനന്തപുരത്തിന് പെരുമ്പാവൂർ അന്വേഷണ സംഘത്തിന് മെയിലായി ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തുകയും ഈ കസ്റ്റഡിയിലായ വ്യക്തിയെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. സൗമ്യ.
യെസ്, അതിരികെ എത്താം. ശ്രീമതി ആനി രാജ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. ശ്രീമതി ആനി രാജ, ഒരുപക്ഷെ സ്ത്രീ സുരക്ഷയ്ക്ക് മേലുള്ള ഒരു വലിയ ചോദ്യമായിരുന്നു ജിഷയുടെ കൊലപാതകം കണക്കാക്കപ്പെട്ടത്. അതിനുശേഷവും അന്വേഷണത്തിലുടനീളം സംഭവിച്ചത് ഒരുപക്ഷെ അത്തരത്തിലുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ രണ്ടാമതുള്ള പുതിയ അന്വേഷണ സംഘം വന്നതിന് ശേഷം കേസിലുണ്ടായിട്ടുള്ള ഒരു പുരോഗതി, ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊക്കെ പൊതുവിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിലൊക്കെ നൽകുന്ന ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ജിഷ വധത്തോടനുബന്ധിച്ച് നടന്നിട്ടുള്ള പല നടപടിക്രമങ്ങളും കേരളത്തിലെ ജനതയെ ആകെ തന്നെ ആശങ്കയിലാഴ്ച തരത്തിലുള്ള ഒന്നായിരുന്നു. സ്ത്രീകൾക്കെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ അതിന്റെ ഗൗരവത്തോടെ കാണുന്നതിൽ ആ ഭരണകൂടം പരാജയപ്പെട്ട ഒരു ചിത്രവും അതിലൂടെ തെളിഞ്ഞിരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരം മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൃതശരീരം അത് പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ രീതിയായിരുന്നാലും ശരി, അതിലൊക്കെ കാണിച്ച ഒരു വളരെ കുറ്റകരമായ ചില അനാസ്ഥകളും വീഴ്ചകളും അതൊക്കെ വീണ്ടും പറഞ്ഞാൽ ഈ കേരള ജനതയുടെ ഒന്നാകെ അവരുടെയൊക്കെ മനസ്സിൽ വലിയൊരു ആശങ്ക വീഴ്ത്തിയ ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിയെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ മേലും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഒരു തരത്തിലും വെച്ചുപൊറുപ്പില്ല എന്നുള്ള രീതിയിലുമുള്ള ഒരു സന്ദേശം നൽകുന്നതിൽ തീർച്ചയായും ഈ ഗവൺമെന്റ് ആ ഒരു കാര്യത്തിൽ വിജയിച്ചിരിക്കാൻ ആ രീതിയിൽ ഇതിനെ കാണുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി ആനി രാജ. അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. സുനിൽ അരുമാനൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുനിൽ, ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇപ്പോൾ അസം സ്വദേശി മിൻ ആറുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ സുപ്രധാനമായിട്ടുള്ളത് അവിടെ നിന്ന് ലഭിച്ച ഒരു ചെരുപ്പാണ്, രക്തക്കറ പുരണ്ട ഒരു ചെരുപ്പ്. 5 ദിവസത്തിന് ശേഷമാണ് സത്യത്തിൽ പോലീസ് വലിയൊരു അലംഭാവം ആദ്യഘട്ടത്തിൽ കാട്ടി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു തെളിവ് നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റു സാധനങ്ങൾ മാറ്റുന്നതിനൊക്കെയുള്ളൊരു സാധ്യതകൾ ഉണ്ടായിരുന്നു. പിന്നീട് ജിഷയുടെ മൃതദേഹം മറവ് ചെയ്യുന്നു. ഇത്തരത്തിൽ വലിയൊരു അലംഭാവം, മനഃപൂർവ്വമായ ഒരു അലംഭാവം തന്നെ പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായി എന്ന് വ്യക്തമാക്കാവുന്നതായിരുന്നില്ലേ ആദ്യത്തെ നീക്കങ്ങൾ? അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഏപ്രിൽ അവസാനത്ത് ആണ് ജിഷ കൊലപ്പെടുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഈ പ്രതിയെ പിടിക്കൽ ഇത്തിരി എളുപ്പമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? സൗമ്യ, തീർച്ചയായും. കാരണം കേരള പോലീസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിലുള്ള മികവ് എന്ന് പറയുന്നത് അഭിനന്ദനാർഹമായിട്ടുള്ളതാണ്. അത് പല കേസുകളിലും അവർ അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ ഇത് കേരള പോലീസിന് ഏറ്റവും അധികം നാണക്കേടുണ്ടാക്കി എന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അടക്കം റിപ്പോർട്ട് സമർപ്പിക്കുന്ന പഴയ DGP സെൻകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റു അന്ന് സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയ ഒരു കൊലപാതകമാണ് ജിഷ കൊലപാതകം. കാരണം പ്രാഥമികമായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ പോലും അന്ന് ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സംഭവം പറഞ്ഞെത്തിയ സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ DYSPയോ സ്വീകരിക്കാതെ ഒരു തെളിവുകളും ശേഖരിക്കാതെ ഈ ഒരു കൊലപാതകത്തെ വളരെ പെട്ടെന്ന് തന്നെ തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ട സമീപനം സ്വീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന കാര്യത്തിലേക്കാണ് അന്ന് കാര്യങ്ങൾ കൊണ്ടുവന്നത്. പിന്നീട് പീപ്പിൾ TV അടക്കം, അന്ന് പീപ്പിൾ TV ആദ്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് മറ്റു മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത ഏറ്റെടുത്ത് സജീവമായി ജനങ്ങൾക്കിടയിലേക്ക് വരികയും ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ ജനപ്രതിനിധികൾ തന്നെ ഈ വിഷയത്തിനകത്തോട്ട് ഇടപെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പോലീസിന് തന്നെ നിക്കക്കള്ളിയില്ലാതെ വരുന്ന ഒരു സാഹചര്യം. അതിനുശേഷം പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെയാണ് ആദ്യ ക്യാബിനറ്റിലെടുത്ത തീരുമാനം തന്നെയാണ് ഈ ജിഷ കൊലപാതക കേസിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, അതിനൊരു പുതിയ ഒരു അന്വേഷണ സംഘം ഫോം ചെയ്യുക. ADGP സന്ധ്യയാണ് അതിന്റെ അന്വേഷണ ചുമതല. ആ തരത്തിൽ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യവും അതിനെ തുടർന്ന് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ, ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട്. ഇനി DNA പരിശോധനാ ഫലം മാത്രം വന്നാൽ മതി. സ്ഥിരീകരണം അത്രത്തോളം എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് താങ്കളുടെ ആരോപണം നിലനിൽക്കുന്നു കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ ഈ ഒരു അറസ്റ്റ് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണമൊക്കെ എത്രത്തോളം നിർണായകമാണ്? അല്ല, കഴിഞ്ഞ ദിവസം CCTV ദർശനത്തിൽ ഒരു മഞ്ഞ ഷർട്ടുകാരനാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു എന്ന് നിങ്ങൾ എല്ലാ ചാനലും ഇട്ടല്ലോ. എന്താ മഞ്ഞ ഷർട്ടുകാരൻ ഇപ്പോഴും ഈ പറയുന്ന പ്രതി? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, ഈ ഫോണിൽ വേറെ ആളുകൾ കയറി വരുള്ളൂ. അപ്പം ഇപ്പോഴും ഈ പ്രതിയെ പ്രതികരിച്ചുകൊണ്ട് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി പറയാത്ത സാഹചര്യത്തിൽ ചാനലുകൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രതികളുമായി ഇതിന് മനസ്സിലാവട്ടെ. ഈ
യു.ഡി.എഫ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന 26 ആത്മീയ അന്വേഷണം പോലീസിനെ ഈ വക വൃത്തികേടുകളെല്ലാം ചെയ്യിക്കാൻ ഒരു അന്യസംസ്ഥാന തൊഴിലാളികളെ പ്രതിയെ സംശയിക്കുന്ന ഇയാളുടെ സാഹചര്യം കൊലയിലേക്ക് നയിച്ച ഇയാളൊരു വാട കൊലയാളിയോ അല്ലെങ്കിൽ കൊലയിലേക്ക് നയിക്കുന്നതിന് പിന്നിൽ വേറെ ആരും ഇല്ല എങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പ്രതിയാണ് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. രാവിലെയും വൈകുന്നേരവും ഓരോരുത്തർ പ്രതിയാണെന്ന് ഓരോ ദിവസം ഓരോരുത്തർ ഇടുക്കിന്ന് ഒരാളെ കസ്റ്റെടുത്തു പറഞ്ഞു. ഇല്ല, അതൊക്കെ ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ ഞാനൊന്ന് തിരുത്തുന്നതിൽ ക്ഷമിക്കുക. അതൊക്കെ രേഖാചിത്രവുമായി സാമ്യമുള്ള വ്യക്തി എന്ന രീതിയിൽ പിടിയിലായവരാണ്. പക്ഷെ അതൊന്നും സ്ഥിരീകരണമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് കഴിയുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ഈ രേഖാചിത്രവുമായി സാമ്യമുള്ള പോലീസ് വെളിയിട്ടപ്പോൾ 10 മണിക്കൂർ, അതായത് ഡിസംബർ ഈ ജൂൺ 2-ാം തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ 10 മണിക്കൂർ എന്നെ മൊഴിയെടുക്കുന്നതിനായി ഉച്ചയ്ക്ക് 1 മണിക്ക് രേഖാചിത്രം വെളി വന്നപ്പോൾ എന്റെ വാട്സാപ്പിൽ മൊബൈൽ വന്നിരുന്നു. അപ്പൊ ADGP വി സന്ധ്യയോട് ഞാൻ പറഞ്ഞു, അപ്പം പ്രതിയെ തീരുമാനമായില്ല, എന്ത് തന്നെ രക്ഷപ്പെട്ട് എന്റെ മൊഴിയെടുക്കണം എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി എന്താണെന്നല്ലോ, ജിഷയുടെ വീട്ടിനടുത്ത് സംഭവം നടന്ന കൊലപാതകം നടന്ന അന്ന് ആരോ ഒരാൾ ഇങ്ങനെ ഒരു പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഊഹാപോഹം പറഞ്ഞപ്പോൾ ആ മുടി ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതാണ്, ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതാണ് എന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. ഒരു വടം പറ്റല്ലാതെ വലിയ കാര്യമൊന്നുമില്ല, എന്റെ മൊഴി തുടരട്ടെ എന്ന് ADGP മൊഴിയെടുത്ത DYSP ശശിധരൻ. അപ്പം ഊഹാബോധങ്ങൾ നിങ്ങളിങ്ങനെ അടച്ചുവിട്ടാൽ അതിന്റെ കാര്യത്തിലേക്ക് എത്തിട്ട് നമുക്ക് എന്നിട്ട് ആലോചിക്കാം, അന്നേരം നമുക്ക് പ്രതികരിക്കാം. അല്ല ഓരോ ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ. അങ്ങനെയെങ്കിൽ ഇത് പ്രതിയാണോ എന്ന സ്ഥിരീകരണം സ്വാഭാവികമായും പോലീസിന് നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ വിശ്വസനീയമായ രീതിയിൽ അത്തരം റിപ്പോർട്ടുകൾ വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വെറുതെ ഞങ്ങൾ വാർത്ത നൽകിയതല്ല എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു. ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ, അങ്ങനെയെങ്കിൽ ഇതുകൊണ്ട് അന്വേഷണം പൂർത്തിയാവില്ല. താങ്കൾ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു പക്ഷേ ഇയാൾ ഒരു വാടക കൊലയാളിയോ അല്ലെങ്കിൽ ആ വിധത്തിൽ നിയോഗിക്കപ്പെട്ട ആളാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിലേക്കാണ് ഇനി പോകേണ്ടത്. ഇതൊന്നും വേണ്ടല്ലോ, വളരെ കൃത്യമായി പറയാം. കൊല്ലപ്പെട്ട മദ്യത്തിൽ മയക്കുമരുന്ന് കഴിക്കുന്നു കൊല്ലപ്പെട്ട ഒരു ജിഷയ്ക്കും ഒരു കൊല്ലപ്പെട്ട ഒരാളെ കുറിച്ച് ഒരു തെളിവുമില്ലാതെ പോലീസ് ജിഷയുടെ ഫാദർ പാപ്പു മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. ആ മറുപടി ജിഷയുടെ ഫാദറിനല്ലേ ഞാൻ ഫാദറിനോടൊപ്പം മുഖ്യമന്ത്രിയെ കാണാറുണ്ട്. ഞങ്ങൾക്ക് കാര്യമായി മുഖ്യമന്ത്രി അതിന്റെ വാസ്തവപരമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു, മുഖ്യമന്ത്രിക്ക് റിയാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഓരോ വാർത്തകൾ ഇങ്ങനെ ഓരോന്നും പടച്ചിരുന്നില്ല. കൊല്ലപ്പെട്ട ജിഷയുടെ പ്രതിയെ കാവേരെ പിടിക്കുന്നേക്കാൾ താല്പര്യം പോലീസിന് മാധ്യമങ്ങളോട് പറയുന്നു. കൊല്ലപ്പെട്ട ജിഷ ഒരു ദുർനടപ്പുകാരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാമുകനുണ്ട്, കാമുകനോടൊപ്പം പോയി. ആ കാമുകൻ ആരാണെന്ന് പോലും അറിയാൻ മേലാതെയാണ് കാമുകനോടൊപ്പം. എന്ത് കാമുകൻ, ഏത് കാണും? ഈ പോലീസ് തന്നെ ലോ കോളേജ് ചെന്നിട്ട് ഇത്രയും ജിഷയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ലേ, അതെന്താ കോളേജിലുള്ള സമരത്തിന്റെ മുഖ്യ പ്രഭാഷണം നടത്തി ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരാളെ സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടി ഈ യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്തുള്ള 26 ദിവസം അന്വേഷണം നടത്തിയ ചില ടീം ഉദ്യോഗസ്ഥൻ ADGP സന്ധ്യയുടെ ടീമിൽ ചില ആളുകൾ കടന്നുകൂടിയിട്ടുണ്ട് ഈ തട്ടിമറിക്കാനും വഴിതെറ്റിക്കാനും വേണ്ടി. ആ ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ യഥാർത്ഥ പ്രതിയെ പിടിക്കട്ടെ വിളിക്കുമ്പോൾ പോലീസ് അക്കാര്യങ്ങളൊക്കെ ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ അക്കാര്യങ്ങളൊക്കെ DNA പരിശോധനാ ഫലം വരുന്നതോടുകൂടി വ്യക്തമാകില്ലേ? അല്ല, DNA ഒക്കെ നമ്മൾ ഓരോന്നും കണ്ടോണ്ടിരിക്കില്ലേ. ഈ പറയുന്ന എല്ലാ ഈ എന്തിനും ജിഷയുടെ പറഞ്ഞു ഈ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് കർമ്മം നടത്തണം എന്ന് പറഞ്ഞിട്ട് സ്വന്തം കൊല്ലപ്പെട്ട അച്ഛൻ പറഞ്ഞിട്ട് പോലും ഇല്ല ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ, നമ്മൾ അത്ര സിമ്പിളായി കാണാനാകില്ല. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ വീട് സീൽ ചെയ്യുന്നത്. തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള വലിയൊരു സമയം കിട്ടിയിരിക്കുന്നു. മൃതദേഹം ദഹിപ്പിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഇരുട്ടത്ത് നിന്നാണ് പുതിയ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചതെന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. അല്ല, പുതിയ അന്വേഷണ സംഘം എന്ന് പറയുന്ന ഈ പോലീസുകാർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ ആരാണ്? പഴയ അന്വേഷണ സംഘത്തിലുള്ളവർ തന്നെയാണ് കൊടുക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കും. ഇനിയിപ്പം ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പറയാം നിങ്ങളോട്. ഈ നേരത്തെ പെരുമ്പാവൂരുണ്ട ഒരു ഡിവൈസ് ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഇല്ലാതെ പോയി ഈ ഡിവൈസ് അടച്ചുന്നു ഈ കേസിന് വേണ്ടി ചെയ്തു അങ്ങാടി പാക്കണല്ല പോയി.
ആ ആള് പല കേസുകളും അട്ടിമറിക്കാൻ വേണ്ടി UDF സർക്കാരിന്റെ കാലത്ത് ഉന്നതന്മാരുമായി വളരെ നന്ദി ശ്രീ ജോമൻ പുത്തൻപുരയ്ക്കൽ ഈ അവസരത്തിൽ നമ്മൾ സംസാരിച്ചതിൽ ടെലിഫോൺ ലൈൻ ക്ലിയർ അല്ല. ഏതായാലും ജിഷ കൊലക്കേസിൽ കൊലയാളി പിടിയിലായിരിക്കുകയാണ്. അസം സ്വദേശി മിൻ ആറുളാണ് പിടിയിലായിരിക്കുന്നത്. DNA പരിശോധനാ ഫലം 11 മണിയോട് വരും. അതിനുശേഷം ഇതിന്റെ സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ലഭ്യമായിരിക്കുന്നു. അന്വേഷണ സംഘത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ് ഈ ജിഷ കൊലക്കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏറ്റവും പുതിയ വഴിത്തിരിവ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പോലീസ് സേനയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന നിമിഷമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സജേഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ളൊരു പ്രശംസ നേടിത്തരുന്ന രീതിയിലുള്ള ഒരു വലിയ കാര്യമാണ് ഇപ്പോൾ ജിഷ കൊലക്കേസിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, പ്രതി പൂർണ്ണമായും പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന സൂചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്ന് കിട്ടുന്നത്. നിയമസഭയുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പ്രതികരിച്ചത്. അഭിമാനകരമായ നേട്ടമാണ്. ജിഷയുടെ കൊലയാളിയെ പിടികൂടുക എന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആകെ ആവശ്യമാണ്. അത്തരം ഒരു വാർത്തയ്ക്ക് വേണ്ടി പൊതുസമൂഹം കാത്തിരിക്കുകയുമാണ്. ഈ പ്രതി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിപൂർണമായ നിരീക്ഷണത്തിലുണ്ട്. അഭിമാനകരമായ ഒരു നേട്ടമാണ്. എന്നാൽ അധികം വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ല. അധിക സമയം വൈകാതെ തന്നെ പൂർണ്ണ വിവരങ്ങൾ വെളിപ്പെടുത്താനാകും. അന്വേഷണ സംഘത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. സൗമ്യ. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ സംഘത്തിന്റെ തൊപ്പിയിലെ പൊൻതൂവലാണ് ഇത് എന്ന് ജിഷ വധക്കേസിലെ പ്രതിയെ പിടികൂടിയ ഈ സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. അഭിമാനാർഹമായ നേട്ടമാണെന്നും പിണറായി പറഞ്ഞു. അസം സ്വദേശി മിൻ ആറുളാണ് പിടിയിലായത്. 3 ദിവസം മുൻപാണ് ഇയാൾ പാലക്കാട് നിന്നും പിടിയിലായത്. ഇയാൾ കുറ്റം സമ്മതിച്ചതായുള്ള സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. ഇയാളെ കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. സുനിൽ അരുമാനൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സുനിൽ, ഒരുപക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം സുപ്രധാനമാണ്. ഈ മന്ത്രിസഭ അധികാരത്തിലേറ്റ ശേഷം ആദ്യമെടുത്ത തീരുമാനവും അതുതന്നെയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ ഉടനീളം കഴിഞ്ഞ സർക്കാർ ചോദ്യം ചെയ്യപ്പെട്ടിരുന്ന, ജനങ്ങൾ ചോദ്യം ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു സുപ്രധാനം തന്നെയായിരുന്നു സ്ത്രീ സുരക്ഷ എന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി തന്നെ ആഭ്യന്തര വകുപ്പ് ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു വിഷയം കൂടിയായിരുന്നു ജിഷയുടെ കൊലപാതകം. അതിനുശേഷം നടന്ന എങ്ങുമെത്താത്ത അന്വേഷണം. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു റിയാക്ഷൻ കൂടി വരുമ്പോൾ ഇപ്പോൾ എടുത്തൊരു തീരുമാനം വളരെ നിർണായകമായിരുന്നു, അല്ലെങ്കിൽ അത് വളരെ സുപ്രധാനമായിരുന്നു എന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ?